കഷ്ടം തന്നെ. ലോകത്തൊരമ്മയും സ്വന്തം മോനോട് ഇങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ആ സ്ത്രീ ഇതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. നമസ്കാരം കുഞ്ഞമ്മേ. മാഷ് ഇവിടെ ഉണ്ടായിരുന്നോ? വരുന്ന വഴിയാ കുഞ്ഞമ്മേ. ഒന്ന് അമ്പലത്തിൽ കയറി തൊഴുതിട്ടാവാം ബാക്കി കാര്യങ്ങളെന്ന് ഞാൻ തീരുമാനിച്ചു. അത് നല്ലതാ മാഷെ. അവസാനം ദൈവമേ നമുക്കൊക്കെ ഒരു തുണയുണ്ടാവും. കുഞ്ഞമ്മയ്ക്ക് സുഖം തന്നെയാണല്ലോ അല്ലേ? ഓ, അങ്ങനെ പോകുന്നു മാഷെ. അല്ല, അനുമോളെ ഇന്ദ്രനെയൊക്കെ കാണാറുണ്ടോ മാഷെ? പിന്നെന്താ, കഴിഞ്ഞ ദിവസം അവരെല്ലാവരും പഞ്ചരത്നത്തിലുണ്ടായിരുന്നു. ചീരുവിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടിന്. ഓ, ആണോ? ഞാൻ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. ഇന്ദ്രനും അനുപമയ്ക്കും സുശീല ഇപ്പോഴൊരു സ്വൈരക്കാടാണോ എന്നറിയാനാ. ഹർഷയും സുശീലയും തമ്മിലുള്ള കൂട്ടുകെട്ടിനും ഗൂഢാലോചനയ്ക്കും ഒരു കുറവും വന്നിട്ടില്ല. സുശീലയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്ന കുഞ്ഞമ്മേ നല്ലത്. കുഞ്ഞിന്റെ നൂലുകെട്ടിന് വന്ന് വലിയ തലവേദനയാണ് അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ല, സുശീല ഇപ്പോഴും ഹർഷയുമായിട്ട് ബന്ധം തുടരുന്നുണ്ടെങ്കിൽ കുഞ്ഞമ്മ കാര്യമെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. സുശീല 2 ദിവസമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവള് പഞ്ചരക്തത്തിൽ വന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ല. അവിടെ വന്ന് എന്ത് പ്രശ്നമാ മാഷെ സുശീല ഉണ്ടാക്കിയത്? അയ്യോ, അതൊന്നും പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളല്ല കുഞ്ഞമ്മേ. ഇനി പറയാമെന്ന് വെച്ചാലും അതിപ്പോ ഇവിടെ വെച്ച് വേണ്ട. നമുക്ക് ഇനിയും കാണുമ്പോ പറയാലോ. ആയിക്കോട്ടെ മാഷെ, സുശീലയെ കുറിച്ചുള്ള കാര്യല്ലേ, ഞാൻ അന്വേഷിച്ചറിഞ്ഞോളാം. എങ്കിൽ മാഷി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സുശീലയുടെ അടുത്ത ബന്ധുവില്ലേ കുഞ്ഞമ്മ? അപ്പൊ പിന്നെ സുശീല പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് കുഞ്ഞമ്മയ്ക്ക് അറിയാൻ പറ്റിയേക്കും. കുഞ്ഞമ്മേ, എന്താ മാഷേ? സുശീല പഞ്ചരത്നത്തിൽ എന്തിനാ വന്നതെന്ന് ഞാൻ കുഞ്ഞമ്മയോട് പറയാം. എനിക്കതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണം. അത് ചിലപ്പോൾ കുഞ്ഞമ്മയ്ക്ക് എന്നോട് പറയാൻ പറ്റിയേക്കും. എന്താ മാഷേ? എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം. കാര്യം എന്താന്ന് കേക്കട്ടെ. സ്വന്തം പറ്റ ഒരമ്മ സ്വന്തം കുഞ്ഞിന് വേണ്ടി തന്റെ ജീവൻ പോലും എടുത്തു കൊടുക്കും. പക്ഷേ പെറ്റമ്മയല്ലാതെ ഒരാളത് ചെയ്യുവോ? സ്വന്തം രക്തത്തിൽ പിറക്കാത്ത ഒരു കുഞ്ഞിന് വേണ്ടി ഏതെങ്കിലും ഒരു പെണ്ണത് ചെയ്യുവോ? അമ്മ സുശീലേ, നീ എന്തൊക്കെ ഭ്രാന്തായി വിളിച്ചു പറയുന്നത്? ഭ്രാന്തല്ല മാഷേ, നല്ല ബോധത്തോടുകൂടി സുശീല പറയുന്നേ. ഇന്ദ്രൻ ഞാൻ പ്രസവിച്ച മകനല്ല. അപ്പൊ അവളെ സത്യം ഇന്ദ്രന് മുന്നിൽ വെളിപ്പെടുത്തിയല്ലേ? ഇത്രയും കാല രഹസ്യം അവൾ ആരും അറിയാതെ സൂക്ഷിച്ചിട്ട് പിന്നെ എന്തിനാണാവോ ഇപ്പൊ അത് വെളിപ്പെടുത്തിയത്? ചിലപ്പോ ദൈവം അവളെ കൊണ്ടത് പറയിപ്പിച്ചതാവും. ഇനിയെങ്കിലും സുശീലയുടെ നീരാളിപ്പിടുത്തത്തിന്ന് ഇന്ദ്രനൊരു മോചനം ഉണ്ടാവുമല്ലോ. അപ്പോ ഇന്ദ്രൻ സുശീലയുടെ സ്വന്തം മകനല്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ കുഞ്ഞമ്മേ? അതെ മാഷേ, സത്യവ. ഞാൻ സാക്ഷിയാ അതിന്.
മാഷ് വാ, നമുക്കങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. സത്യ, നീ എന്ന് അമ്മയോട് സംസാരിക്കും, ഞങ്ങളോട് നിൽക്കാം. അത് വേണ്ട, ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. അതാ നല്ലത്. അമ്മ ഇങ്ങോട്ട് വന്നേ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വിചാരണ ചെയ്യാൻ എല്ലാരും കൂടി വരാത്ത എന്താണെന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഞാൻ. ശരി, വാ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ എന്റെ മക്കളും മരുമക്കളും കൂടി? കാര്യം എന്താ നമുക്ക് അറിയില്ലേ? ഞങ്ങളുടെ എല്ലാം മനസ്സിൽ തീ കോരിയിട്ടിട്ട് അമ്മ സന്തോഷിക്കായിരിക്കും. നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ എന്താ പറഞ്ഞതെന്ന് അമ്മയ്ക്ക് കൃത്യമായി മനസ്സിലായി. പിന്നെ ഈ കാണിക്കുന്നത് നാടകമാ. അതെ, എന്തിനാ എപ്പോഴും ഇങ്ങനെ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാക്കുന്നത്? ദേ, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ അത് മനസ്സിലാകുന്ന ഭാഷയിൽ തെളിച്ച് ചോദിക്കേ. അല്ലാതെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്ത് വെച്ചാ സംസാരിക്കുന്നെന്ന് ഗണിച്ചു നോക്കി അറിയാനുള്ള കഴിവൊന്നും എനിക്കില്ല. ശരി, അല്ല പിന്നെ തെളിച്ച് എന്ന് ചോദിക്കാം. ഇന്ദ്രനെ കുറിച്ച് അമ്മ പറഞ്ഞതില് എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ടോ?